ലോക ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ മത്സരിക്കാനിറങ്ങുന്ന അർജന്റീന, അതും ഇംഗ്ലണ്ടിനെതിരെ. 2005 ശേഷം ആദ്യമായി ഇംഗ്ലണ്ടും അർജന്റീനയും ഏറ്റുമുട്ടാൻ പോവുകയാണ്, അതും വിശ്വവേദിയിൽ. ലയണൽ മെസ്സി ആദ്യമായി അർജന്റീനയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടിനെതിരെ മത്സരിക്കാനിറങ്ങുന്നു 39-ാം വയസ്സിൽ. ഈ വൻ പോരിന് മുമ്പുള്ള ആരാധകരുടെ ആഘോഷ പ്രകടനമാണ് അറ്റ്ലാന്റയിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത്. അത് ബ്യൂണസ് അയേഴ്സ് അല്ല. നമുക്ക് വിശദമായി നോക്കാം ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിന്റെ സാധ്യതകൾ, പ്രതീക്ഷകൾ. സ്വാഗതം ഫുഡ് ഗോളത്തിലേക്ക്. ഫൈനലിലെത്തിയ സ്പെയിൻ ആരായിരിക്കും എതിരാളികൾ? അത് ഇന്നറിയാം. അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ 12:30 അറ്റ്ലാന്റയിൽ. 2005 ശേഷം ആദ്യമായി ഇരു ടീമും ഏറ്റുമുട്ടാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യവുമുണ്ട്. 12:30 കിക്ക് ഓഫ്. ഇത് യുദ്ധത്തിന്റെ രാത്രിയാണ്. ആകാശവും ഭൂമിയും വിറയലോടെ മാത്രം ഉറ്റുനോക്കുന്ന രാത്രി. അറ്റ്ലാന്റയിലെ വേലിക്കുള്ളിൽ ബൂട്ടുകളിൽ നിന്ന് മിസൈലുകൾ പായുമ്പോൾ നാൽക്കാലിൽ കെട്ടിയ വലകൾക്ക് തീപിടിക്കും. യുദ്ധഭൂമിയിലെ 11 യോദ്ധാക്കൾ ഓരോ സ്ഫോടനങ്ങൾക്കും മരുന്ന് നിറയ്ക്കുമ്പോൾ തീ പകരാൻ കാത്തിരിക്കും ഗാലറിയിലെ കാലാൾപ്പട. ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ 44-ാം ആണ്ടിൽ വീണ്ടും അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ യുദ്ധം. ലോക ചാമ്പ്യന്മാരുടെ 3 നോക്കൌട്ട് മത്സരങ്ങളും എക്സ്ട്രാ ടൈമിലാണ് അവസാനിച്ചത്. കേപ്പ് വെർഡെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ കടലാസിലെങ്കിലും ദുർബലരായ എതിരാളികളാണ് മെസ്സിയെയും അർജന്റീനയും 90 മിനിറ്റുകളും പിടിച്ചുകെട്ടിയത്. വീര്യം കൂടിയ വീഞ്ഞായി ലയണൽ മെസ്സി കളം വാഴുന്നുണ്ടെങ്കിലും തലവേദനകൾ ഏറെയുണ്ട് കോച്ച് സ്കലോണിക്ക്. ലെഫ്റ്റ് ബാക്കിൽ താലിയഫിക്കോയും റൈറ്റ് ബാക്കിൽ മൊളീനയും ദുർബലമായ കണ്ണികളാണ്. റോഡ്രിഗോ ഡി പോളിന്റെ ഫോമില്ലായ്മയാണ് മറ്റൊന്ന്. ത്രസിപ്പിക്കുന്ന ഗോൾ നേട്ടത്തോടെ ഹൂലിയൻ അൽവാരസ് കൂടുതൽ ഫോമിലേക്ക് ഉയരുമെന്ന് കരുതാം. ആക്രമണത്തിലെ മൂർച്ച തന്നെയാണ് ഇംഗ്ലണ്ടിനും കരുത്ത്. ഹാരി കെയ്ൻ ഗോൾ അടിക്കാതെ പോയാൽ പിന്നിൽ നിന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം എത്തും കണക്കു തീർക്കാൻ. ഡിഫൻസീവ് വീഴ്ചകളാണ് ഇംഗ്ലണ്ടിനും തലവേദന. സ്കലോണിയെ പോലെ തന്നെ തന്ത്രജ്ഞനാണ് ടുഷേലും. മരുന്നിന് മറുമരുന്ന് സ്റ്റോക്കുണ്ട് 2 പരിശീലകരുടെയും കീശയിൽ. മെസ്സിയോളം മെസ്സി മാത്രമെങ്കിലും എല്ലാവരിലും കണ്ടുണ്ടാവുമെന്ന് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ Pickford. He's scored so many goals and he's contributed to so many goals as well over his career, and it's great to be able to finally come up against him for so long and watching him as a kid. And yeah, but we all know how good Messi is, but we also know how good Argentina is, so can't just solely rely on Messi. We've got to focus on the other strengths as well and their other weaknesses we can take advantage of. പതിനാല് തവണയാണ് ഇരു ടീം മുഖാമുഖമെത്തിയത്. 6 തവണ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീന നേട്ടമുണ്ടാക്കിയത് 3 തവണ മാത്രം. 39-കാരനെങ്കിലും മെസ്സിക്ക് ഇന്നാണ് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇംഗ്ലണ്ടും അർജന്റീനയും രാജ്യാന്തര വേദിയിൽ പോരടിക്കുന്നത്. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കടും നീല ജേഴ്സിയിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വെടിക്കോപ്പുകളുമായി ഇംഗ്ലണ്ട് എത്തുന്നത് വെള്ള നിറത്തിലാണ്. വെണ്ണീറാകുന്നത് ആരായാലും ആരാധകർക്കാണ് നഷ്ടം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിന് മുമ്പ് തങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവുമില്ല എന്ന അർജന്റീന മിഡ്ഫീൽഡർ മക്കലിസ്റ്റർ മുൻപും സെമി ഫൈനൽ കളിച്ചതിന്റെ അനുഭവ സമ്പത്ത് ഗുണം ചെയ്യും. പ്രീമിയർ ലീഗിൽ എപ്പോഴും ഏറ്റുമുട്ടും താരങ്ങളാണ് ഇംഗ്ലണ്ട് ടീമിലുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണയുണ്ട് അവരെ പറ്റി. പക്ഷേ പ്രീമിയർ ലീഗിൽ പ്രകടമാക്കുന്ന താളം അവർ ലോകകപ്പിൽ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മക്കലിസ്റ്റർ പറഞ്ഞു. We don't feel any pressure, to be honest. We understand this is a World Cup, this is a semi-final, and we have the experience of playing a semi-final of a World Cup before, so that hopefully helps. But as I said, it's going to be a tough game because they're a really good team. We really respect them, and we will see today how it goes. So I'm not surprised. They have, as I said,
very good players. They know what they are doing and they have a great idea. So we really respect them and we will try our best to win. മുൻ താരവും ഫുട്ബോൾ പരിശീലകനുമായിട്ടുള്ള എബിൻ റോസ് ആണ് നമ്മോടൊപ്പം ഇന്ന് ഈ മത്സരത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ ചേരുന്നത്. എബിൻ, സ്വാഗതം. ഈ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം, ഇപ്പോൾ മക്കലിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ സുപരിചിതരാണ് ഈ ഇംഗ്ലണ്ട് ടീമിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ. അത് തന്നെയാണ് ഇംഗ്ലണ്ടിന് എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും. പ്രീമിയർ ലീഗിൽ കാണുന്ന ആ മികവ് പലപ്പോഴും ദേശീയ ടീമിനൊപ്പം വരുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നം വരാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്പെക്ടേഷൻ ഹ്യൂജ് ആയിരിക്കും, പക്ഷേ ആ എക്സ്പെക്ടേഷൻ ഉയരാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ മക്കലിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ആ പ്രീമിയർ ലീഗിലെ താളം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല കാരണങ്ങളാവാം, ചൂടാകാം, താപനില, അന്തരീക്ഷം ഒക്കെ ആകാം. പക്ഷെ എങ്കിൽ പോലും A to Z അറിയാവുന്ന ആളുകൾക്കെതിരെ കളിക്കുന്നു. 2005 ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും എന്നുള്ളത് ശരി തന്നെ. പക്ഷേ പരസ്പരം നന്നായി അറിയാവുന്ന രണ്ട് സംഘങ്ങളല്ലേ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകകപ്പ് പോലെ ഒരു വേദിയിൽ ആരൊക്കെയാണ് കളിക്കുന്നതെന്ന് കൃത്യമായിട്ടും ഏത് ടീമുകളുടെ സ്ട്രെങ്തും വീക്കും മനസ്സിലാക്കാൻ ചാരന്മാരെ പോലെ അസിസ്റ്റന്റ് കോച്ചുമാര് അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏത് ടീമിന്റെ കൃത്യമായ തന്ത്രങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു എന്താ പറയാ ഒരു ഫെമിലിയാരിറ്റി, അതായത് ഏത് ടീമിന്റെ സ്ട്രെങ്തും വീക്ക്നെസ് എല്ലാവരും കാണുന്ന കളിയാണ്. അതിനോടൊപ്പം തന്നെ അവർ അനലൈസ് ചെയ്യുന്നു, ആ ടൈമിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ അനലൈസ് ചെയ്യുക. അതുകൊണ്ട് അതിലൊരു പുതുമയില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉണ്ട്. ജൂഡ് ബെല്ലിംഗാം എന്ന് പറയുന്ന ഒരു കളിക്കാരന്റെ ഏറ്റവും മികവുറ്റ സമയത്തിലേക്ക് അദ്ദേഹം ഉയരുകയാണ്. ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് കളിക്കുന്ന അദ്ദേഹത്തിന് അധികമൊന്നും എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മക്കാലിസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അടക്കുന്ന മധ്യനിരയ്ക്ക് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളും ഇംഗ്ലണ്ടിലെ കളിക്കാരെയൊക്കെ സുപരിചിതരാണ്. പക്ഷെ ജൂഡ് ബെല്ലിംഗാം അത്രത്തോളം സുപരിചിതനല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ കളം നിറഞ്ഞ് കളിക്കുന്ന ആ പ്രായത്തിന്റെ ആനുകൂല്യം അടക്കമുള്ള ആ ചോരത്തിളപ്പിന്റെ ജൂഡ് ബെല്ലിംഗാം മാത്രമാണ് തീർച്ചയായിട്ടും മക്കാലിസ്റ്ററിനും അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അർജന്റീന ടീമിനും ഒരു വെല്ലുവിളിയാകാൻ പോകുന്നത്. റൈറ്റ്, അതിൽ തന്നെയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് ലയണൽ മെസ്സിയാണ് അവരുടെ കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത താരം. മറുവശത്ത് അവിടെ രണ്ടുപേരാണ്. ഈ ഇംഗ്ലണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ മെസ്സിയെ കേന്ദ്രീകരിച്ച് അവർക്ക് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ മറുവശത്ത് എന്ത് ചെയ്യും? ബെല്ലിംഗ്ഹാമും ഉണ്ട്, ഹാരി കെയ്നും ഉണ്ട്. രണ്ട് ഡബിൾ ബാരൽ എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് എഞ്ചിനാണ് ഇംഗ്ലണ്ടിന്. എങ്ങനെയാണ് അർജന്റീന അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവുക? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഹാരി കെയ്നെ പോലെ അർത്ഥ അവസരങ്ങൾ പോലും ഗോളാക്കുന്ന ഒരു ക്യാപ്റ്റൻ, ലീഡർ നമ്മൾ പറയുന്ന പോലെ ലീഡർ അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്താലും ബെല്ലിംഗാം എന്ന് പറയുന്ന കളിക്കാരൻ ജൂഡ് ബെല്ലിംഗാം അദ്ദേഹത്തിന്റെ മികച്ച ഫോമിലോട്ടാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇരട്ട ഗോളുമായിട്ട് അദ്ദേഹത്തിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ, എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ മികച്ച താരമാകാനും കൂടെ സാധ്യതയുള്ള ഒരു കളിക്കാരനാണ് ബെല്ലിംഗാം. അദ്ദേഹം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഒപ്പം തന്നെ അറ്റാക്കിങ്ങിൽ വന്ന് ഗോൾ സ്കോർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഒപ്പം തന്നെ അതിന്റെ ചെറുപ്പത്തിന്റെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈറ്റ് സ്പിരിറ്റിന്റെയും നല്ലൊരു പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യുക എന്നുള്ള ദുഷ്കരമാണ്. കാരണം അദ്ദേഹം നമ്പർ 10 പൊസിഷനിൽ കളിക്കുന്ന സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ, അതായത് വിഡ്രോയിങ് സ്ട്രൈക്കർ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യുക എളുപ്പമായില്ല. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജും ആ ഒരു റീച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. മറുവശത്ത് താങ്കൾ പറഞ്ഞ പോലെ മെസ്സിക്ക് സ്പേസ് കണ്ടെത്താൻ അനുവദിക്കാതെ മെസ്സിയെ മാർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ള കളിക്കാര് ഇംഗ്ലണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ, പക്ഷെ നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് ചിലപ്പോഴൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡക്ലൻ റൈസും ഹൻഡേഴ്സണും കൂടെ അത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെസ്സി എന്ന് പറയുന്ന ഒരു മാന്ത്രിക മനുഷ്യൻ ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് വെല്ലുവിളിയാകും. പക്ഷെ മറുവശത്ത് തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടി ഹാരി കെയ്ന്റെ ഫോമും ജൂഡ് ബെല്ലിംഗാമിന്റെ ഫോമും ഇംഗ്ലണ്ടിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഓക്കെ, ഞാൻ ഈ മത്സരത്തിൽ വളരെ കൗതുകത്തോടെ നോക്കുന്നത് അർജന്റീന ടീം 11-ൽ ഒരു മാറ്റം വരുത്തുമോ എന്നുള്ളതാണ്.
പ്രത്യേകിച്ചും റോഡ്രിഗോ ഡി പോളിന്റെ കാര്യത്തിൽ ഈ സെമി ഫൈനലാണ്, വളരെ നിർണായകമായിട്ട് മത്സരമാണ്. സ്കലോണി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് സംശയം. പക്ഷേ ഇപ്പോൾ വളരെ ക്ലോസ്ലി അർജന്റീനയെ ഫോളോ ചെയ്യുന്ന എന്താ പറയുക, പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഗ്യാസ് റേഡിയോയിലാണെങ്കിലൊക്കെ ഈ ടീമിൽ മാറ്റമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നൽകുന്നത്. ആ സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും ഞാന് കഴിഞ്ഞ കുറെ മത്സരങ്ങളില് ഈ മിഡ്ഫീൽഡിൽ നിന്നുള്ള ആക്രമണത്തിന് വേഗത പോരാ. തീർച്ചയായിട്ടും റോഡ്രിഗോ ഡി പോൾ എന്ന് പറയുന്നത് മെസ്സിയുമായിട്ട് ഏറെ അടുപ്പമുള്ള, നമുക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ പരസ്പരമുള്ള വിശ്വാസവും അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു മധ്യനിരയ്ക്ക് വേഗത കുറവ് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കാരണം റോഡ്രിഗോ ഡി പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് കളിച്ച ആ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്ന ഡി പോളിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോച്ച് തീർച്ചയായിട്ടും സെമി ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിന് റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ ഇതുവരെ കളിക്കാത്ത അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള താരങ്ങൾ സിമിയോണിയെ പോലുള്ള കളിക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സേവനം ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, റൈറ്റ്. എബിൻ, ഒരു നിമിഷം ഒന്ന് തുടരുക. നമുക്ക് ഒരു റിപ്പോർട്ടിലേക്ക് പോവാം. മറ്റൊന്നുമല്ല, ഈ അർജന്റീന കായിക സംസ്കാരത്തിൽ കബാല എന്നൊരു രീതിയുണ്ട്. അതായത് പ്രിയപ്പെട്ട എതിരാളികളിലെ അവരുടെ ഏറ്റവും കരുത്തുറ്റ താരങ്ങളെ അവരുടെ ചിത്രമൊക്കെ ഫ്രീസറിലേക്ക് വെക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ മത്സരത്തിൽ തിളങ്ങില്ല എന്നുള്ളതാണ് അർജന്റീനയുടെ പൊതുവിശ്വാസം. ഇനി അതുപോലെ തന്നെ ഒരു അന്ധവിശ്വാസമുണ്ട്. അത് കടുംനീല നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാനുള്ള അർജന്റീന തീരുമാനത്തെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നുണ്ട് ആരാധകർ. 86 ക്വാർട്ടർ ഫൈനലിൽ, 98 പ്രീ ക്വാർട്ടറിൽ ഈ രണ്ട് സമയത്തും അർജന്റീന ജയിച്ചപ്പോൾ എവേ ജേഴ്സിയിലായിരുന്നു ആ ജയം ഇംഗ്ലണ്ടിനെ തകർത്തത്. ഈ ചരിത്രം അത് സെവിയിലും ആവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അർജന്റീന ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ തീരുമാനത്തെ തുഹേൽ, ഇംഗ്ലണ്ടിന്റെ പരിശീലകൻ, വളരെ സരസമായി ഒന്ന് പരിഹസിക്കുകയും ചെയ്തു. 6 മത്സരങ്ങളിൽ 5ലും നീലാവെള്ള ജേഴ്സിയിലിറങ്ങിയ അർജന്റീന പ്രത്യേക അഭ്യർത്ഥന നടത്തിയാണ് എവേ ജേഴ്സിക്കുള്ള അനുമതി നേടിയത്. ഇതിനു പിന്നിൽ ചില വിശ്വാസങ്ങളാണെന്ന് പറയാതെ വയ്യ. എതിരാളികൾ ഇംഗ്ലണ്ടായതും 86 ലോകകപ്പ് ക്വാർട്ടറിലെ ജയം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ആരും മറക്കില്ല എന്നതും ഈ ആലോചനയ്ക്കുള്ള പ്രേരണയാണ്. ഡിയഗോ മറഡോണയും അദ്ദേഹത്തിന്റെ ദൈവിക കരസ്പർശവും ഇംഗ്ലണ്ടിന്റെ മനസ്സിൽ ഇന്നും മായാമുറിവാണ്. ആ മുറിവിലേക്ക് കനൽ കോരിയിട്ടാണ് മറഡോണ തന്റെ വിശ്വരൂപം പ്രകടമാക്കി നൂറ്റാണ്ടിലെ ഗോൾ നേടുന്നത്. വീണ്ടും അർജന്റീനയ്ക്കെതിരെ കളത്തിലെത്തുമ്പോൾ, അതും ലോകകപ്പ് സെമിയിൽ, ഇംഗ്ലണ്ടിനെ വേട്ടയാടും കടും നീല നിറവും കയ്പുമാറാത്ത ആ തോൽവിയും. 98 പ്രീ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ തകർത്തപ്പോഴും കടും നീല നിറത്തിലായിരുന്നു അർജന്റീന. കബാല എന്ന് അർജന്റീനക്കാർ വിളിക്കുന്ന ഈ അന്ധവിശ്വാസത്തെ പരിഹസിക്കുന്ന മട്ടിലായിരുന്നു ഇംഗ്ലണ്ട് കോച്ചിന്റെ പ്രതികരണം. നീല ജേഴ്സി ധരിക്കാൻ കാരണം എന്തെങ്കിലും അന്ധവിശ്വാസമാണെങ്കിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നാണ് ടുഹേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. Argentina plays in blue and we play in white, and that is because Argentina is this is a lucky shirt, or they chose this. No, it's because we're Team A. I would have done the same. If there was any superstition combined with it, I would have done the same. So credit to them. I was not aware of that. I have my superstitious routines, and I have my routines, and you can call it superstitious or being superstitious or routines. I will not tell you, because another superstition is that if I tell you, it will not work. ഫിഫയുടെ ഔദ്യോഗിക ഷെഡ്യൂൾ പ്രകാരം ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ഹോം ടീം. എവേ ടീമായ അർജന്റീനയ്ക്ക് എവേ ജേഴ്സി അണിയാൻ സാങ്കേതികമായി തടസ്സവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ദൗർഭാഗ്യങ്ങളും ഈ ജേഴ്സിയിൽ അർജന്റീനയ്ക്കുണ്ട്. 2 ലോകകപ്പ് ഫൈനലുകളിൽ തോറ്റപ്പോൾ കടും നീല ജേഴ്സിയായിരുന്നു വേഷം. 1990-ലും 2014-ലും. ഭാഗ്യമോ ദൗർഭാഗ്യമോ, എവേ ജേഴ്സിയുടെ എഫക്റ്റിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. എബിൻറോസിലേക്ക് തിരികെ പോകണേ. പിന്നെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഫുട്ബോൾ കളത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കാറുണ്ടോ? ഈ എവേ ജേഴ്സി എന്താണ് അതിന് കാരണമെന്നൊക്കെ കാത്തിരിക്കാം. ഇനി എവേ ജേഴ്സി അണിഞ്ഞ് തന്നെയാണോ അർജന്റീന വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എന്താണെങ്കിലും എനിക്കൊന്ന് എബിൻ്റെ എബിനിലേക്ക് തിരികെ എത്തുന്നു. അപ്പോൾ എബിൻ, ഇത്തരം ഒരു സാഹചര്യമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ ടീമിൽ ഇപ്പോൾ എബിൻ കളിച്ചിട്ടുള്ള ആളാണല്ലോ, ടീമിൽ ഇത്തരം ജേഴ്സിയുടെ കാര്യത്തിലൊക്കെ ഒരു വിശ്വാസമോ അത്തരം ചില ശീലങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നഷേൽ പറഞ്ഞ അതേ സരസമായതോടുകൂടി പറയാം. പണ്ട് ബംഗാൾ ടീമുകളായിട്ട് എതിരിടുമ്പോൾ ബംഗാൾ ടീം എപ്പോഴും അവരെ വന്ന് ഏതെങ്കിലും ഒരു വശം പിടിക്കുകയോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി റഫറിമാരെ സമ്മർദ്ദം ചെലുത്തുകയും, അതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ വിശ്വാസം. അതിനോടൊപ്പം തന്നെ
നാരങ്ങ കുഴിച്ചിടുന്നതും എതിർ ഗോൾ പോസ്റ്റിൽ പോയി പൂജ വയ്ക്കുന്നതും ഒക്കെ ആയ രസകരമായ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് ബംഗാളിൽ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും കളിയെ ബാധിക്കുന്നതിന് അല്ല. പക്ഷേ നേരത്തെ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ടാക്ടിക്സിന്റെ ഭാഗമായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ശ്രദ്ധ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുകൊണ്ട്, ഇപ്പം കളിയിലായിരുന്നാൽ തന്നെ നമ്മുടെ ടാക്ടിക്സ് മറ്റുള്ളതാണ് ധരിപ്പിച്ചുകൊണ്ട് ഷോർട്ട് പാസ് കളിക്കുക അല്ലെങ്കിൽ ലോങ് പാസ് കളി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കളിയുടെ ഒരേ സ്റ്റൈലിൽ കളിക്കുന്ന ടീമാണെങ്കിൽ എതിർ ടീമിന് അത് കൃത്യമായിട്ട് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എതിർ തന്ത്രം മനയാൻ കഴിയും. അപ്പം ഒരു എലമെന്റ് മാത്രമല്ല, കളിക്ക് അകത്തും പുറത്തുമുള്ള എലമെന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗവുമായിട്ട് ഇതൊക്കെ ഇതിന്റെ ഫുട്ബോളിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. റൈറ്റ്, ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഹാരി കെയ്ൻ ഓർ ലയണൽ മെസ്സി, നമുക്കറിയാം രണ്ട് വിഖ്യാത താരങ്ങളാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഡേവിഡ് ബെക്കാം, റെയ്ഡ് റൂണി അതിനൊക്കെ ശേഷം ഇംഗ്ലണ്ട് ഇത്രയും കൊണ്ടാടിയ ഒരു താരം ഉണ്ടാകില്ല. അപ്പോൾ ലയണൽ മെസ്സി ഒന്നും പറയാനില്ല. അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്? ഞാന് ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളായിരുന്നത്, നമുക്ക് റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്നുള്ള, അതായത് കഴിഞ്ഞ പ്രാവശ്യം മെസ്സിക്ക് ഒരു കപ്പ് എന്ന് പറയുന്ന പോലെ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് റൊണാൾഡോയ്ക്ക് മാത്രമല്ല, ഹാരി കെയ്നെ പോലുള്ള കളിക്കാർക്കും അത് അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഹാരി കെയ്നെ പോലുള്ള കളിക്കാർ അംഗീകരിക്കപ്പെടേണ്ടതാണ്. മെസ്സി എന്തായാലും അത് നേടിക്കഴിഞ്ഞു. പക്ഷെ ഇതിൽ സെന്റിമെന്റ്സിന്റെ വശമൊന്നുമല്ല. മെസ്സി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിന്റെ പ്രായത്തിന് മറികടന്നുകൊണ്ട് ഈ വേൾഡ് കപ്പിന്റെ ടോപ്പ് സ്കോററായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ഒരു അനുഗ്രഹം, അതായത് അനുഗ്രഹീതനായ ഒരു മെഷിക, അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. കാരണം ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കിട്ടുന്ന ഒരു ചെറിയ സ്പേസ് പോലും അദ്ദേഹത്തിന് റൊസീഞ്ഞയ്ക്കെതിരെ അദ്ദേഹം സ്കോർ ചെയ്യുന്നതിന് അറിയാം. ഒരു ചെറിയ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ ഒരു ട്രാപ്പ് ചെയ്യുന്നു, ക്വിക്കായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ മനോഹരമായ നിമിഷങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹാരി കെയ്ന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇംഗ്ലണ്ട് പറഞ്ഞതുപോലെ 66 ശേഷം 2026 ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഇംഗ്ലണ്ടിന് ഒരു സാധ്യതയുണ്ട്. ഹാരി കെയ്നെ നമുക്ക് പറയാലോ, പലപ്പോഴും 2-3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് എന്തിനാണ് കോച്ച് പിൻവലിക്കാത്തത് എന്ന ഡിസ്കഷൻ ചർച്ചകളിലെ കമന്റേറ്റർമാർ പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം സ്കോർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ടീമിന് ആവശ്യം എന്ന്, എന്തുകൊണ്ടാണ് ടഷൽ അദ്ദേഹത്തിനെ അത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. ഹാരി കെയ്നും മെസ്സി അതൊരു വൈകാരികമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും 2 മികച്ച കളിക്കാർ രണ്ടുപേരും കപ്പ് നേടാൻ അർഹതയുള്ളവരാണ്. ഒരു വൈകാരികമായ ഒരു മറുപടി മാത്രമേ തരാൻ സാധിക്കുള്ളൂ. രണ്ടുപേരും മിടുക്കന്മാരാണ്, രണ്ടുപേരും പെർഫോമൻസ് ചെയ്യേണ്ടതെന്നേ പറയുന്നുള്ളൂ. ശരി, ഇന്ന് എവിൻ ഇന്നൊരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? അല്ല, പ്രവചനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു എല്ലാവരും ഫ്രാൻസിന് അഡ്വാൻറ്റേജ് നൽകുമ്പോൾ തന്നെ സ്പെയിനിനെ പേടിച്ചേ പറ്റൂ. സ്പെയിനിന്റെ അതൊരു കളിമികമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇംഗ്ലണ്ടിന് കുറച്ച് എഡ്ജ് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ മെസ്സി എന്ന മിഷിഹയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന് ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിയാണ്, സെൻസിബിൾ ആയിട്ടുള്ള ഗോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ പാസിംഗ് വിഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം കളി മാറ്റിമറിക്കുന്ന ഒരു മനുഷ്യനാണ് മെസ്സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അർജന്റീനയെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഒരു എഡ്ജ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് എബിൻ റോസ് ഫോർ ജോയിനിങ്. എബിൻ റോസ് പറഞ്ഞതുപോലെ ലയണൽ മെസ്സി എന്ന ആ മനുഷ്യനെ നമുക്ക് ഏത് തരത്തിലും കൂട്ടിലും കിഴിക്കലിലും ഒരു തരത്തിലും നമുക്ക് ഏറ്റവും ഒടുവിൽ പരിഗണിക്കാൻ കഴിയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന്, എന്താണ് അദ്ദേഹത്തിന്റെ കാലിലെന്ന് കാത്തിരിക്കാം. ഫുട്ബോൾ സെമി ഫൈനലിൽ എന്താണ് ഫലമെന്നറിയാൻ ഫുട്ബോളത്തിന്റെ ഇടവേള. You think champion made in the arena? He rise from the street, remember champions. Books,
ബാഗ്, സ്കൂൾ ഷൂസ്. ഓരോ വർഷം കഴിയുന്തോറും സ്കൂൾ ഷോപ്പിംഗ് വളരെ എക്സ്പെൻസീവായി തോന്നുന്നു. അതൊക്കെ ശരിയാണ്. ഇനി സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ള ഷോപ്പിംഗ് ബ്ലൂസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫീസ്, അതൊക്കെ ഒരു തലവേദനയാണല്ലേ. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ നമ്മളുടെ അടുത്ത് ഒരു എക്സ്പേർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് സ്മാർട്ടായിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ പഠിപ്പിനൊപ്പം തന്നെ ഒരു SIP കൂടി തുടങ്ങുന്നത്. 10-15 വർഷം ആകുമ്പോഴത്തേക്കും അവരുടെ ഹയർ എഡ്യൂക്കേഷനുള്ള ഫണ്ട് സെറ്റ് ആയിട്ടുണ്ടാവും. SIP അതിന്റെ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് തരണമെങ്കിൽ അതിന് ആവശ്യത്തിന് സമയം കൊടുക്കേണ്ടി വരും. SIP തുടക്കത്തിൽ എമൗണ്ട് കുറവാണെങ്കിലും നമുക്ക് പിന്നെ ആവശ്യാനുസരണം എമൗണ്ട് കൂട്ടാനും പറ്റും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അതിശക്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് സ്പെയിൻ ലോകകപ്പിന്റെ സെമിയിലെത്തിയത്. ഒയർസബാലും പെഡ്രോ പോറോയുമാണ് ഗോൾ സ്കോറർമാർ. ആദ്യ വിസിൽ മുതൽ സമ്പൂർണ്ണമായിട്ടും മത്സരം നിയന്ത്രിച്ച സ്പെയിൻ ഫ്രാൻസിനെ നിശബ്ദരാക്കി കളഞ്ഞു. എന്തൊരഴകായിരുന്നു ആ കാൽപെരുമാറ്റത്തിന്. വന്യവേഗത്തെ മന്ദമാക്കിയ സ്പാനിഷ് കാവ്യഭംഗി. റോദ്രി എന്നൊരു നായകനും ഒറ്റമരക്കാട് പോലെ അവർ 10 പേരും. ഒന്നായി നിന്നാൽ ഒന്നും അസാധ്യമല്ലെന്ന് ട്രയോണ്ട പന്തുകൊണ്ട് കോറിയിടുകയായിരുന്നു ലാറോജ. ചീറ്റപ്പുലികളെന്ന് കരുതിയവരൊക്കെ പമ്മി നിന്നത് പായാൻ അറിയാത്തതുകൊണ്ടല്ല, എതിരാളികൾ വിടാത്തതുകൊണ്ടാണ്. കാലിൽ പന്തൊട്ടിച്ച് കുതിച്ചിരുന്ന എംബപ്പയുടെ നിഴല് കണ്ട് അമ്പരന്നു ഡാളസിലെ വരയ്ക്കിപ്പുറമിരുന്ന ആരാധകർ. ഡെംബലയും ഒലീസയും താളം പിഴച്ച വാദ്യക്കാരെ പോലെ കൂട്ടം തെറ്റി നിന്നു. അപ്പോഴാണ് ഒരു പുഴ പോലെ സ്പെയിൻ പരന്നൊഴുകിയത്. 2 തവണ ഫ്രഞ്ച് വലയിലേക്ക് ആ കുത്തൊഴുക്ക്. 20-ാം മിനിറ്റിൽ പിടിതരാത്ത വരാലിനെ പോലെ വഴുതിയെത്തിയ യമാലിനെ ലൂക്കാസ് ഡീനെ തൊഴിച്ചിട്ടത് ബോക്സിൽ. പെനാൾട്ടി സ്പോട്ടിലേക്ക് റഫറിയുടെ ചൂണ്ടുവിരൽ നീണ്ടപ്പോൾ പ്രതിഷേധ പ്രളയമായി. കാര്യമില്ല, വീരന്മാർക്കൊപ്പമാണ് എന്നും വീരേതിഹാസം. ഒയർസബാൾ തൊടുത്തത് മൈഗ്നനെ കടന്ന വലയിൽ. ഗോളൊന്നു വീണതും പതറിപ്പോയ ഫ്രഞ്ച് പടയെ പടുകുഴിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു കാളപ്പോരുകാർ. നിലയ്ക്കാത്ത പ്രവാഹത്തിനൊടുവിൽ 58-ാം മിനിറ്റിൽ വീണ്ടും പ്രഹരം. പെഡ്രോ പോറോ ഡാനിയോൾമോ കൂട്ടുകെട്ടിൽ പിറന്ന ഗോൾ ഫ്രാൻസിന്റെ മനോവീര്യത്തിനു മേലാണ് ചുറ്റികയായത്. എല്ലാം കൈവിടുന്നുവെന്ന തിരിച്ചറിവിൽ നിലവിട്ടുപോയ എംബാപ്പയും ഡെംബലയും ഈ ദിനം ഓർത്തുവെക്കില്ലെന്നുറപ്പ്. നീരാളിയെപ്പോലെ കൈയും കാലും നീട്ടിപ്പടർന്ന സ്പാനിഷ് കീപ്പർ ഉനൈ സിമോൺ ഫ്രാൻസിന് മുന്നിലെ എല്ലാ ചെറുവാതിലുകളും കൊട്ടിയടച്ചു. ഇതുപോലൊരു മടക്കം ആഗ്രഹിച്ചിരുന്നില്ല ദിദിയർ ദശാംസ്. പക്ഷേ സ്പെയിൻ അത്തരത്തിലൊരു വിധി മുന്നേ നിശ്ചയിച്ചിരുന്നു. ഗോളാരവങ്ങളുടെ നല്ല നിമിഷങ്ങൾക്ക് നന്ദി പ്രിയ ഫ്രാൻസ്.
വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. അപ്പോൾ അറ്റ്ലാന്റയിലേക്ക് നമുക്ക് കൺപാർത്തിരിക്കാം. 12:30 ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന. ലയണൽ മെസ്സിയും ഹാരി കെയ്നും എത്തുന്നു മുഖാമുഖം. ഫുട്ബോൾ നാളെ രാവിലെ. നമസ്കാരം.